ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ്. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ പത്തിരിയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. റമദാൻ ടൈമിലെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഈ മെത്തേഡ് പോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ ഇത് കുറേ നേരം കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ചെമ്മീൻ ശരിയാക്കാം. 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പറയുന്നത്. ചെമ്മീൻ ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1 അവർ മാറ്റി വയ്ക്കുക. സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിലൊക്കെ എടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്ത മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിനകത്തോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് കൂടി പോരുത്, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് വഴന്നാൽ മതി. പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ചതാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ നമ്മൾക്ക് ഇതിനാവശ്യമുള്ളൂ. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള പൊടി കുഴച്ച് വയ്ക്കാം. അതിനായി 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൈദയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടമാവൊക്കെ എടുക്കാം, പക്ഷേ മൈദയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഇത് എല്ലാ സൈഡിലോട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഈ സ്റ്റെപ്പാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇതുകൊണ്ടാണ് നമ്മുടെ പത്തിരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇത് എല്ലാ സൈഡിലോട്ടും ഞാൻ കുഴച്ച് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. 2 കപ്പ് മൈദയ്ക്ക് ഏതാണ്ട് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു പാകത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു 15 മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇത് ചെറിയ ഉരുളയാക്കി നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഈ അളവ് മാവ് കൊണ്ട് 19 ഉരുളയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് പരത്തിയെടുക്കാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ 2 തരത്തിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ മോൾഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഉള്ളിൽ നമ്മുടെ ചെമ്മീൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മളിതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക. അതിന് 2 എണ്ണം വേണം. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് പരത്തിയിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചു. ഇനി ഒരെണ്ണം കൂടെ ഇതുപോലെ വട്ടത്തിൽ പരത്തിയത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. കാരണം എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ ഇത് വിട്ട് വരും. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഡിസൈൻ ആക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ എല്ലാ പത്തിരികളും പരത്തിയെടുക്കാം. അതിനുശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ചുവിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ പരത്തിയിട്ടുള്ളത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് വിട്ടുപോരും. അതുകൊണ്ടാണ് സൈഡ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരിയാണ്. ഇത് കുറേ നേരം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.